ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ പ്രസ്താവന ഇന്ത്യയിൽ ചർച്ചയാവുകയാണ്. EVM ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത ചെറുതല്ല എന്നാണ് US തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലോൺ മസ്ക് എക്സിൽ കുറിച്ചത്. ഇന്ത്യയിലെ EVM ബ്ലാക്ക് ബോക്സ് ആണെന്നും പരിശോധിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, പറയുന്നത് ഇലോൺ മസ്ക് ആണ്, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്രത്തോളം ഗൗരവത്തോടു കൂടി അത് ഇന്ത്യയിൽ ചർച്ചയാവുകയും ചെയ്യും. വിവിധ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ഇതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ് ബൽറാം നെടുങ്ങാടി? റിജിത്ത്, പ്യൂബർട്ടോ റിക്കോയിലെ പ്രൈമറി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ വ്യാപകമായി അട്ടിമറിക്കപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ വന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇലോൺ മസ്ക് ഈ വിഷയത്തിൽ മാനുഷികമായോ AI വഴിയോ ഇത്തരത്തിലുള്ള അട്ടിമറി സാധ്യത നിലവിലുണ്ട് എന്നും അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകളിൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം എന്നുമുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. എക്സിലൂടെ പങ്കുവച്ച ഈ നിർദ്ദേശത്തോട് വലിയ തോതിലുള്ള പ്രതികരണം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്നു. രാഹുൽ ഗാന്ധിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾക്കെതിരെ വിമർശനവുമായാണ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ EVMകൾ ബ്ലാക്ക് ബോക്സുകളാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇവ സൂക്ഷ്മമായി പരിശോധിക്കാൻ ആരെയും അനുവദിക്കുന്നില്ല എന്നും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർന്നു വരുന്നുവെന്നും ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലാതാകുമ്പോൾ ജനാധിപത്യം കപടമായി മാറുകയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നു. നേരത്തെ 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം EVMകൾക്കെതിരെ വലിയ തോതിൽ സംശയങ്ങൾ ഉയർന്നു വരികയും തുടർന്ന് ഇത് പരിശോധിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസരം നൽകുകയും ചെയ്തിരുന്നു. എങ്കിലും ആ നൽകിയ അവസരം പോലും ഈ ഹാക്കത്തോൺ മത്സരത്തിൽ സംഘടിപ്പിച്ചിരുന്നെങ്കിൽ പോലും അത് യന്ത്രങ്ങളിൽ തൊടാതെ വേണം അത്തരത്തിൽ ഹാക്ക് ചെയ്ത് കാണിക്കാൻ എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചത്. തുടർന്ന് ഈ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി പോലും സുപ്രീം കോടതിയിൽ പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവർ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലുള്ള അട്ടിമറി സാധ്യതകൾ അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് ഹർജി നൽകുകയും അത് പരിശോധിച്ച ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും സാങ്കേതികമായ വിവരങ്ങൾ തേടിയിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കുവച്ച ആ വിവരങ്ങളിൽ തൃപ്തി രേഖപ്പെടുത്തുകയാണ് സുപ്രീം കോടതി ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ അത് സ്റ്റാൻഡ് അലോൺ മെഷീനുകളാണ് എന്നും അട്ടിമറിക്കാൻ യാതൊരു സാധ്യതയില്ല എന്നുമുള്ള നിലപാട് തുടരുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.